10 വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. മാക്സിമം ലോൺ കയറുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്, ഡീസൽ വാഹനങ്ങളുണ്ട്. ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ്. 2,10,000 രൂപയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓളിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ്. 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. 2027 വരെ ഹുണ്ടായി വാറന്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു i20 ഓട്ടോമാറ്റിക് ആണ്. 22ഓളം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ടൊയോട്ട ലിവ GD ആണ്. ഡീസൽ ആണ്. 2018 മോഡൽ ഹുണ്ടായി വെർണയാണ്. സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, 6 എയർ ബാഗ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ഡീസൽ ലിവയാണ്. 2018 മോഡൽ മാരുതി വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ഹുണ്ടായി ഡീസൽ ക്രെറ്റയാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പുതിയ വാഹനങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 10 വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. മാക്സിമം ലോൺ കയറുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്, ഡീസൽ വാഹനങ്ങളുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു വാഹനം 2019 മോഡൽ അൾട്ടോണ്ണൂർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. ABS എയർ ബാഗ് ഒക്കെ വരുന്നൊരു വാഹനം. 3,25,000 രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത്. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. സൺറൂഫ് അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. 12,25,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിലൊരു 3 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം ഫുൾ ഓളിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ ZXI ആണ് വേരിയന്റ് വരുന്നത്. 97,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ 5,50,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. ഫുൾ ഫിനാൻസിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ്. 2012 മോഡൽ 13 രജിസ്ട്രേഷനിൽ വരുന്ന അൾട്ടോണ്ണൂർ ആണ്. വെറും 24,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത 2,10,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ്. 2013 മോഡൽ ഗ്രാൻഡ് ഐറ്റർ ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 1,00,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 2,80,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം 2020 മോഡൽ മാരുതി സ്വിഫ്റ്റ് ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 44,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 6,25,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2027 വരെ ഹുണ്ടായി വാറന്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹുണ്ടായി i20 ഓട്ടോമാറ്റിക് ആണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 50,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. 2022 മോഡലാണ്. 7,80,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം 2020 മോഡൽ 21 രജിസ്ട്രേഷനിൽ വരുന്ന സ്വിഫ്റ്റ് VXI ആണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 79,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. 5,90,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം 2018 മോഡൽ ഹുണ്ടായി വെർണയാണ്. SX ഓപ്ഷനിലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, 6 എയർ ബാഗ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. 74,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 7,70,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിച്ചിട്ടുള്ളത്. 80,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. 22ഓളം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന ടൊയോട്ട ലിവ GD ആണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 5,80,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 1 lakh ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2016 മോഡൽ ഹുണ്ടായി ഡീസൽ ക്രെറ്റയാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. 1.6 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 67,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 8,40,000 രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത്. ഒരു 2 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ഡീസൽ ലിവയാണ്. 2012 മോഡൽ 1,50,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. GD ആണ് ഓപ്ഷൻ വരുന്നത്. 3,60,000 രൂപ മാത്രമേ പ്രൈസ് ചോദിക്കുന്നുള്ളൂ. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം മാരുതി സ്വിഫ്റ്റ് ആണ്. 2020 മോഡലാണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 5,50,000 രൂപ മാത്രമേ പ്രൈസ് ചോദിക്കുന്നുള്ളൂ. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് 2018 മോഡൽ മാരുതി വാഗണർ ഓട്ടോമാറ്റിക് ആണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. 31,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 4,70,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് കൂടാണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. ഓൾ കേരള ഹോം ഡെലിവറി കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.